നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. IHRDയുടെ കീഴിലുള്ള മുട്ടം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 26-ന് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KPSTA സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മാറ്റൊലി എന്ന പേരിൽ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. DC പ്രസിഡന്റ് CP മാത്യു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിഷ്ണുവിനായി ഫീനിക്സ് പറന്നു. കൊല്ലത്ത് നിന്ന് തൊടുപുഴ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി വരെ 2.5 മണിക്കൂർ കൊണ്ട് എത്തി. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ PG ജോസഫ് MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന ഹോസ്പിറ്റൽ വികസന സമിതി യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ടിനും അധികൃതർക്കുമെതിരെ രൂക്ഷ വിമർശനം. CPIMന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം നടത്തി. ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന നയവിശദീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. IHRDയുടെ കീഴിലുള്ള മുട്ടം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 26-ന് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലാ സെഷൻ ജഡ്ജ് ശശികുമാർ PS, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS, IHRD ഡയറക്ടർ ഡോക്ടർ VA അരുൺകുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും. പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, MSc കമ്പ്യൂട്ടർ സയൻസ്, MCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്നീ UG PG റെഗുലർ കോഴ്സുകൾ മികവുറ്റ രീതിയിൽ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെയും 2024-2025 വർഷം നടത്തിയ ആഡ് ഓൺ കോഴ്സുകൾ, ഷോർട്ട് ടൈം കോഴ്സുകൾ പൂർത്തിയാക്കിയവരെയും ചടങ്ങിൽ ആദരിക്കും. ഇടുക്കി ജില്ലാ സെഷൻ ജഡ്ജ് ശശികുമാർ PS, ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS, IHRD ഡയറക്ടർ ഡോക്ടർ VA അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. കൂടാതെ ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ ES, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കോർഡിനേറ്റർ ഡോക്ടർ സിന്ധു S എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. നമ്മളുടെ കോളേജിന്റെ 25-ാം വാർഷികമാണ്. സ്ഥാപിതമായത് 2000-2001 25-ാം വാർഷികമാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ വർഷത്തെ കോൺവൊക്കേഷൻ സെറിമണി, ഗ്രാജുവേഷൻ സെറിമണി പൂർവാധികം ഭംഗിയായി ആഘോഷിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 26, അതായത് ഈ ഫ്രൈഡേ, മറ്റന്നാൾ രാവിലെ 9:30 മുതൽ കോളേജിൽ വെച്ചിട്ടാണ് നമ്മളുടെ കോൺവൊക്കേഷൻ സെറിമണി. അതിലേക്ക് ആയ എല്ലാ കാര്യങ്ങളും ഓൺ ദി വേ നമ്മൾ സംഘടിപ്പിച്ച് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ കോൺവൊക്കേഷൻ സെറിമണിയിലെ ഗസ്റ്റ് ഓഫ് ഓണേഴ്സ് നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ PS ശശികുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ ടൈം 9:30 ആയി ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 9:30-ക്ക് തന്നെ ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യം 9:30-ക്ക് തന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ഗസ്റ്റ് ഓഫ് ഓണർ നമ്മുടെ ജില്ലാ കളക്ടറാണ്, ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS. നമ്മളുടെ IHRDയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഓട്ടോണോമസ് സ്ഥാപനമാണ്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം 87 സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസുകളുണ്ട്, 44 കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, 9 എഞ്ചിനീയറിംഗ് കോളേജസ്, 7 പോളിടെക്നിക് കോളേജുകൾ, 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ. അതായത് നിങ്ങൾക്കറിയാം, നമ്മളുടെ ഒരേ ക്യാമ്പസാണ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന്റെയും ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടത്തിന്റെയും ഒരേ ക്യാമ്പസാണ്, നമ്മൾ സഹോദര സ്ഥാപനമാണ്. ഇത്രയും സ്ഥാപനങ്ങൾ IHRDയുടെ കീഴിൽ വരുന്നുണ്ട്. നമ്മുടെ IHRD ഡയറക്ടർ ഡോക്ടർ VA അരുൺകുമാർ, അദ്ദേഹമാണ് 3ാമത്തെ ഗസ്റ്റ് ഓഫ് ഓണർ. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ശ്രീകല VT, കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ജെസി M ജോസ്, സിമി K സുലൈമാൻ, ജീസ് ജോർജ് എന്നിവരും വിൻസെന്റ് അഗസ്റ്റിനും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KPSTA സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മാറ്റൊലി എന്ന പേരിൽ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. DC പ്രസിഡന്റ് CP മാത്യു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു.
സംഘാടക സമിതി ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ വികലമായ പരിഷ്കാരങ്ങൾക്കും നയങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും നിഷേധങ്ങൾക്കുമെതിരെ KPSTA സംസ്ഥാന സമിതി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ജാഥ ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ മാനേജറായും ട്രഷറർ അനിൽ വട്ടപ്പാറ കോർഡിനേറ്ററായും നേതൃത്വം നൽകുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയായ മാറ്റൊലിക്ക് തൊടുപുഴയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. DC പ്രസിഡന്റ് CP മാത്യു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും ഈ സർക്കാർ വൻ പരാജയമായി മാറിയിരിക്കുന്നുവെന്നും പ്രസ്തുത സാഹചര്യത്തിൽ ഈ സർക്കാർ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. തലമുറയെ ഏതോടിയിലൂടെ നയിക്കണം, എങ്ങോട്ടാണ് അവർ യാത്ര ചെയ്യേണ്ടത്, അവരുടെ ഭാവി രൂപപ്പെടുത്തുമ്പോൾ അത് ചുമട്ടുതൊഴിലാളിയാകണമോ അതോ നല്ല എഞ്ചിനീയർമാരും ഡോക്ടർമാരും നല്ല ഭരണകർത്താക്കളും ആകണമോ എന്ന ചിന്താധാര വിദ്യാർത്ഥികളുടെ കുഞ്ഞു മനസ്സുകളിൽ കുത്തിവയ്ക്കുന്ന അധ്യാപക സമൂഹം യുദ്ധം നയിക്കുമ്പോൾ നല്ല ക്യാപ്റ്റൻ അല്ലെങ്കിൽ നമ്മുടെ പടയാളികൾ ചിതറിപ്പോകും. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയായപ്പോൾ നിങ്ങൾ എത്രമാത്രം മാറ്റൊലി നടത്തിയാലും സമൂഹത്തിലെ ആളുകൾക്കൊരു വിശ്വാസമില്ല ഈ മന്ത്രിയുടെ ഭരണത്തിൽ എന്നുള്ളതാണ് സത്യം. ഈ 9.5 വർഷത്തിന് മുൻപ് നമ്മൾ പല സമരങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമരങ്ങളുടെ ചരിത്രത്തിൽ മാറ്റത്തിൻ്റെ ശംഖുനാദം മുഴക്കുവാൻ കഴിഞ്ഞ KPSTA അധ്യാപകരുടെ വീറുട്ട സംഘടനയാണ്. ഭരണകർത്താക്കളുടെ നിറം നോക്കി അതിൻ്റെ കൊടി നോക്കി സെക്രട്ടേറിയറ്റ് മെട്ടുപ്പാവിൽ അവിടെ പറക്കുന്ന കൊടിയുടെ നിറമേത് എന്ന് നോക്കാതെ സമരം ചെയ്യുവാൻ, മുഖം നോക്കാതെ സമരം ചെയ്യുവാൻ തങ്ങളോടുള്ള തങ്ങൾക്ക് കടപ്പാടുള്ള അധ്യാപക സമൂഹത്തോടുള്ള വിധേയത്വം പുലർത്താൻ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള മുൻപോട്ടുള്ള പാതയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധമായ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ്. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, മുൻ DC പ്രസിഡന്റ് റോയ് K പോലോസ്, സംസ്ഥാന സെക്രട്ടറി PM നാസർ, സീനിയർ വൈസ് പ്രസിഡന്റ് B സുനിൽകുമാർ, അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി N രാജ്മോഹൻ, വൈസ് പ്രസിഡന്റുമാരായ TU സാദത്ത്, അനിൽ വെഞ്ഞാറമൂട്, സാജു ജോർജ്, സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ, PS മനോജ്, PM ശ്രീജിത്ത്, T ആബിദ്, R താനൂജ, ജോബിൻ K കളത്തിക്കാട്ടിൽ, സുനിൽ T തോമസ്, ഷിൻഡോ ജോർജ്, ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, ആറ്റ്ലി VK, സജി മാത്യു, ജോസ് K സെബാസ്റ്റ്യൻ, T ശിവകുമാർ, സിബി K ജോർജ്, N വിജയകുമാർ, സിനി ട്രീസ, രാജീവ്മോൻ ഗോവിന്ദ്, ദീപു ജോസ്, രതീഷ് VR, ലിജോമോൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റിന്റെ 2025-2026 വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ജോസ് J ആലപ്പാട്ട് പ്രസിഡന്റായും, ജോബി ജോസഫ് വൈസ് പ്രസിഡന്റായും, പ്രിൻസ് ജോസഫ് സെക്രട്ടറിയായും, KE യൂനസ് ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫ്രാൻസിസ് ജോർജ്, ഫ്രാൻസിസ് മാത്യു, നിഖിൽ ജോസ് എന്നിവരാണ് മേഖലാ കമ്മിറ്റി അംഗങ്ങൾ. അനീഷ് ഗോപി കമ്മിറ്റി അംഗം, ബിജിൽ കുമാർ ട്രഷറർ, നിതീഷ് അജിത് കുമാർ, PG ജോസഫ് എന്നിവർ വാരണാധികാരികളായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ പരിവർത്തന യാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം
DC ജനറൽ സെക്രട്ടറി അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാറ്റൊലി എന്ന പേരിൽ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ DCC ഭാരവാഹികൾ, സർവീസ് സംഘടനാ നേതാക്കൾ, പെൻഷൻ സംഘടനകൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചേർന്ന് വിപുലമായ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. ബാബു ഏലിയാസ്, MS എൽദോസ്, മുനിസിപ്പൽ കൗൺസിലർ സിന്ധു ജിജോ, PR അജി, ജെയിംസ് കോറമ്പേൽ, ജാഥ ക്യാപ്റ്റൻ K അബ്ദുൾ മജീദ്, മാനേജർ PK അരവിന്ദൻ, കോർഡിനേറ്റർ അനിൽ വട്ടപ്പാറ, നേതാക്കളായ TU സാദത്ത്, വിൻസെന്റ് ജോസഫ്, രഞ്ജിത്ത് മാത്യു, അജിമോൻ പൗലോസ്, CBJ അടപ്പൂർ, ബിജി തോമസ്, റോയി മാത്യു, എൽദോ സ്റ്റീഫൻ, സിജു ഏലിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വിഷ്ണുവിനായി ഫീനിക്സ് പറന്നു. കൊല്ലത്ത് നിന്ന് തൊടുപുഴ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി വരെ 2.5 മണിക്കൂർ കൊണ്ട് എത്തി. കൊല്ലത്ത് വെച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങാശ്ശേരി സ്വദേശിയായ വിഷ്ണുവിന് ചികിത്സാ സൗകര്യാർത്ഥമാണ് ഹോളി ഫാമിലി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു തൊടുപുഴ പെരിങ്ങാശ്ശേരി സ്വദേശി വിഷ്ണു. കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിൽ പ്രാഥമിക ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സാ സൗകര്യാർത്ഥമാണ് തൊടുപുഴ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിലേക്ക് മാറ്റിയത്. തലയോട്ടി ഫ്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതിനാൽ എത്രയും വേഗം എത്തിക്കണമായിരുന്നു. ഈ ദൗത്യമാണ് ഫീനിക്സ് ആംബുലൻസ് ഏറ്റെടുത്തത്. 2.5 മണിക്കൂർ കൊണ്ടാണ് കൊല്ലത്ത് നിന്ന് മുതലക്കോടം വരെ എത്തിയത്. ഇതിനായി കേരള പോലീസും നാട്ടുകാരും മെറ്റ് ആംബുലൻസ് സർവീസും സഹായിച്ചുവെന്ന് ആംബുലൻസ് പ്രതിനിധികൾ പറഞ്ഞു. കൊല്ലത്ത് ഒരു ആക്സിഡന്റിൽ പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. 27 വയസ്സോ 28 വയസ്സേ ഉള്ളൂ. അവിടെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു ആംബുലൻസ് സർവീസ് നടത്തി. ഏതാണ്ട് 2 മണിക്കൂറും ചില്ലറ സമയം കൊണ്ട് ആ ആംബുലൻസ് കൊല്ലത്തുനിന്ന് തൊടുപുഴ ഹോളി ഫാമിലി മുതലക്കട ഹോസ്പിറ്റലിൽ ഓടിയെത്തിച്ചു. കേരള പോലീസ് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അഹോരാത്രം ഏതാണ്ട് 1-2 മണിക്കൂർ പണിയെടുത്ത് കൊല്ലം തൊട്ട് ഹോളി ഫാമിലി മുതലക്കടം ആശുപത്രി വരെ നല്ല രീതിയിൽ സഹായിച്ചു. അതുപോലെ പൊതുജനങ്ങളും ഓട്ടോറിക്ഷക്കാരുൾപ്പെടെ എല്ലാ ജനങ്ങളും ആംബുലൻസുകാരും സഹായിച്ചു. ക്ഷണവേഗം രോഗിയെ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ ഫസലിനെയും മറ്റുള്ളവരെയും തൊടുപുഴ പോലീസ് അഭിനന്ദിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ച വിഷ്ണുവിനെ ഡോക്ടർ അത്തിക്കിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ICUയിലേക്ക് മാറ്റി. ഡോക്ടർ ജോളി ജോർജിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം വിഷ്ണുവിനെ ചികിത്സിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. തൊടുപുഴ സ്വദേശിയായ ശ്രീ വിഷ്ണുവിനെ ഒരു അപകടത്തെ തുടർന്ന് കൊല്ലം മെഡിസിറ്റിയിൽ പ്രവേശിപ്പിക്കുകയും തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രാഥമികമായ ചികിത്സയ്ക്കും ഓപ്പറേഷനും ശേഷം തുടർ ചികിത്സയ്ക്കായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യമായിട്ടുള്ള പരിക്കുകൾ തന്നെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു കൂട്ടായ ടീമായിരിക്കും നമ്മുടെ വിഷ്ണുവിനെ പരിശോധിക്കുന്നത്. ന്യൂറോ സർജറി, ന്യൂറോളജി, ഗ്യാസ്ട്രോ, ട്രോമ ടീം, ഓർത്തോപെഡിക്സ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തോടെയാണ് ശ്രീ വിഷ്ണുവിനെ നമ്മൾ ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി പരിശ്രമിച്ച ഒരുപാട് പേരുണ്ട്. പോലീസുകാരുടെയും ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടായ്മയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ അവർക്കും നമ്മൾ നന്ദി പറയുകയാണ്. ഇത്രയും ഗുരുതരമായ രോഗിക്ക് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. അപ്പോൾ വഴിയിൽ ബ്ലോക്കോ സമയമോ കൂടുതലെടുത്താൽ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ മോശമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ട് കൊല്ലത്തുനിന്ന് 2 മണിക്കൂർ സമയം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് നമ്മളുടെ ICUയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധ ചികിത്സ നമ്മൾ നൽകുന്നതായിരിക്കും. കോതമംഗലം കുത്തുകുഴി സ്വദേശിയായ വിഷ്ണുവിന്റെ ന്യൂജൻ ചിത്രങ്ങൾക്ക് പ്രിയമേറുന്നു. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായ വിഷ്ണു വരയ്ക്കുന്നത് വെറും ചിത്രങ്ങളല്ല, വാൾ ആർട്ട്, ആനിമേഷൻ കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ വരച്ച ശേഷം വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്താണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. സ്വന്തമായി ഇൻസ്റ്റയിൽ ഒരു ട്രെൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മിടുക്കൻ. വിഷ്ണു നിർമ്മിച്ച വീഡിയോ ട്രെൻഡ് ആവുകയും ഇതിനോടകം 15 മില്യൺ ആളുകൾ കാണുകയും ചെയ്തു. ബിസിനസ് സ്കൂൾ വിദ്യാർത്ഥിയായ വിഷ്ണുകുമാറിന്റെ ചിത്രങ്ങൾക്ക് പ്രിയമേറുന്നു. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായ വിഷ്ണു വരയ്ക്കുന്നത് വെറും ചിത്രങ്ങളല്ല, വാൾ ആർട്ട്, ആനിമേഷൻ കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ വരച്ച ശേഷം വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്താണ് പ്രേക്ഷകർക്ക് നൽകുന്നത്.
സ്വന്തമായി ഇൻസ്റ്റയിൽ ഒരു ട്രെൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മിടുക്കൻ. വിഷ്ണു നിർമ്മിച്ച വീഡിയോ ട്രെൻഡ് ആവുകയും ഇതിനോടകം 15 മില്യൺ ആളുകൾ കാണുകയും ചെയ്തു. വിഷ്ണുവിനെ മാതൃകയാക്കി ഇൻസ്റ്റയിൽ ഇതുപോലെ വീഡിയോ ഉണ്ടാക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. 9ാം ക്ലാസ് മുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന വിഷ്ണു ന്യൂജൻ ചിത്രങ്ങളെ ഫോക്കസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. വിഷ്ണു വരയ്ക്കുന്ന ചിത്രങ്ങൾ വീഡിയോ ആക്കി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്താൽ ആ ചിത്രങ്ങൾക്ക് ജീവനുള്ളതുപോലെ തോന്നുമെന്നതാണ് ചിത്രങ്ങളുടെ പ്രത്യേകത. സ്കൂളിൽ പഠിക്കുമ്പോൾ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗളം ബിർളയുടെ മകൾ അനന്യയുടെ ചിത്രം വരയ്ക്കാൻ അവസരം കിട്ടിയതോടെയാണ് ഈ കൊച്ചുമിടുക്കൻ ശ്രദ്ധേയനായത്. അനന്യയുടെ ചിത്രം നന്നായി വരയ്ക്കുകയും അതന്ന് വൈറലാവുകയും ചെയ്തിരുന്നു. കോതമംഗലം കുത്തുകുഴി സ്വദേശിയായ ഇളയിടത്ത് വീട്ടിൽ EK കുമാറിന്റെയും അനികുമാറിന്റെയും മകനാണ് 20കാരനായ വിഷ്ണു. ബാംഗ്ലൂർ ലിവ് സ്കൂളിലാണ് വിഷ്ണു ഇപ്പോൾ പഠിക്കുന്നത്. ഏക സഹോദരി ലക്ഷ്മിയും ഫോട്ടോ എംബ്രോയിഡറി ക്രാഫ്റ്റിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. സ്വന്തമായി ഒരു ആർട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ് വിഷ്ണുവിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പി ജോസഫ് MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന ഹോസ്പിറ്റൽ വികസന സമിതിയിൽ ആശുപത്രി സൂപ്രണ്ടിനും അധികൃതർക്കുമെതിരെ രൂക്ഷ വിമർശനം. ജില്ലാ പഞ്ചായത്തും MLAയും അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ ഹോസ്പിറ്റലിലെ അത്യാവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും പ്രയോജനപ്പെടുത്താത്തതിനാലാണ് വിമർശനം ഉയർന്നത്. ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പദ്ധതികളുമാണ് നടപ്പാക്കാതെ വീഴ്ച വരുത്തിയിട്ടുള്ളത്. രോഗികൾക്ക് ആവശ്യമായ വീൽ ചെയർ ഇവിടെയില്ല. കൂടാതെ ആശുപത്രിയിലെ ഭൂരിപക്ഷം ടോയ്ലറ്റുകളും പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗിക്കാനാവാത്ത വിധത്തിലുമാണ്. ഇത്തരത്തിൽ വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് നിരവധി ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ജില്ലാ ആശുപത്രി പരിതാപകരമായി നിലനിൽക്കുമ്പോഴാണ് ഫണ്ട് ചിലവഴിക്കാതെ അനാസ്ഥ കാണിച്ചിരിക്കുന്നത്. കൊന്നത്തടി പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് നാളുകളായി നാശം വിതച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മിഷൻ വൈൽഡ് പീക്കിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലാണ് കാട്ടുപന്നിയെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊന്നത്തടി പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. കാട്ടുപന്നി ശല്യം പ്രതിരോധിക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾക്കിടയിൽ നിലനിൽക്കെയാണ് കൊന്നത്തടി പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ മിഷൻ വൈൽഡ് പീക്കിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലൂടെ പ്രദേശത്ത് നാശം വരുത്തിയ കാട്ടുപന്നികളിൽ ഒന്നിനെ വെടിവെച്ചു കൊലപ്പെടുത്തിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങി അതിക്രമം കാണിക്കുന്ന കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടറുടെ സാന്നിധ്യത്തിൽ വെടിവെക്കണമെന്ന 2022 ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പിന്തുടർന്നാണ് നടപടി. കൊന്നത്തടി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നിരന്തരമായ വന്യമൃഗ ശല്യം അതിരൂക്ഷമാണിപ്പോൾ. അപ്പം ഇവിടുത്തെ നിരന്തര പഞ്ചായത്തിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും കംപ്ലയിൻറ്റ് എല്ലാ ദിവസവും നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് വലിയ നടപടിയൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ 2022 നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് പ്രകാരം നാട്ടിലിറങ്ങി അക്രമം കാണിക്കുന്ന കാട്ടുപന്നികളെ നമുക്ക് ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ കൊണ്ട് കൊന്ന് അതിനെ മണ്ണെണ്ണയും ഇതൊക്കെ ഒഴിച്ച് നാച്ചുറലായിട്ടുള്ള രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഏകദേശം 2 വയസ്സ് തോന്നിക്കുന്ന പെൺപന്നിയെയാണ് വെടിവെച്ചു കൊലപ്പെടുത്തിയത്. പഞ്ചായത്തിലെ അംഗീകൃത ഷൂട്ടർ ജിജോ കുളങ്ങരയുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. കൊന്നത്തടി പഞ്ചായത്തിന്റെ 12ാം വാർഡിലെ കാർഷിക മേഖലയിൽ വിളനാശം വരുത്തി വന്നിരിക്കുന്ന കാട്ടുപന്നുകളിൽ ഒന്നിനെയാണ് വെടിവെച്ചത്. പന്നിയുടെ മൃതദേഹം പിന്നീട് സംസ്കരിച്ചു. വെടികൊണ്ട പന്നി ഏതാനും മീറ്റർ ദൂരം കുതിച്ചോടുകയും സമീപത്തെ കിണറ്റിൽ വീഴുകയും ചെയ്തു. കിണറ്റിൽ നിന്ന് ഉയർത്തിയാണ് പന്നിയുടെ മൃതദേഹം സംസ്കരിച്ചത്. വനംവകുപ്പ് ഈ മാസം 16 മുതൽ ഒക്ടോബർ 30 വരെ നടത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കൊന്നത്തടി പഞ്ചായത്തിൽ നിന്നും ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന കാട്ടുപന്നി ശല്യത്തിനെതിരായി പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CPIMന്റെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം നടത്തി. ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന നയവിശദീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിനെതിരെ UDF നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയാണ് CPIMന്റെ നേതൃത്വത്തിൽ ചേലച്ചുവട്ടിൽ നയവിശദീകരണ യോഗം നടത്തിയത്. പാർട്ടി മുതിർന്ന അംഗം PV ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വിളറിപൂണ്ട UDF
സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CV വർഗീസ് പറഞ്ഞു. ഞങ്ങൾ പിന്നോട്ട് പോയില്ല. എന്തിന്? ഞങ്ങളെ വേട്ടയാടാൻ നിങ്ങൾ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി 4 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞതിന്റെ പേര് മണിയാശാലങ്ങൾ വേട്ടയാടിയില്ലേ? മണി 1 2 3 4 ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരോട് ചോദിച്ചാലും പറഞ്ഞു 4 വാക്ക് പറഞ്ഞു. ആ 4 വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഇംഗ്ലീഷ് പ്രസംഗിച്ചതിന്റെ പേരിൽ നാട് കടത്തി 8 മാസക്കാലം ഇടുക്കി ജില്ലയിൽ കാലുകുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ നാട് കടത്തി ഇടുക്കി ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജോഷി മാത്യു, ദിലീപ് ET, സിബി പേന്താനം, എബിൻ ജോസഫ്, മാത്യു തോമസ്, TD മനോജ് എന്നിവർ സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള വാട്ടർ അതോറിറ്റി കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികളുമായി രംഗത്ത്. കഴിഞ്ഞ ആഴ്ച റോട്ടറി ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് വാട്ടർ സർവീസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ ഇത്തവണ യാത്രികർക്ക് നയനമനോഹരമായ കാഴ്ച നൽകുവാൻ വാട്ടർ ഫൗണ്ടേഷനാണ് ഒരുക്കിയിരിക്കുന്നത്. എവർഷൻ ജംഗ്ഷന് സമീപം കൃഷ്ണ ആർക്കേഡിന് മുൻപിലാണ് ഫൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. വാഹനാപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ചികിത്സാ സഹായം ഒരുക്കി വണ്ടിപ്പെരിയാറിലെ ഒരു സംഗീത കൂട്ടായ്മ. വെഞ്ഞാറമൂട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് ക്ഷതമേൽക്കുകയും ഇരുകാലുകൾക്കും പൊട്ടൽ സംഭവിക്കുകയും ചെയ്ത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വണ്ടിപ്പെരിയാർ സ്വദേശി മധുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇസൈ ഉലകം കരോക്കെ സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തെരുവോരങ്ങളിൽ സംഗീതമൊരുക്കി ചികിത്സാ ധനസമാഹരണം നടത്തിയത്. ഇവർ സമാഹരിച്ച തുക യുവാവിന്റെ കുടുംബത്തിന് കൈമാറി. വാഹനാപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന നിർധന യുവാവിന് ചികിത്സാ ധനസഹായമൊരുക്കി വണ്ടിപ്പെരിയാറിലെ ഇസൈയുലകം സംഗീത കൂട്ടായ്മ. സംഗീതം ആത്മസംഘർഷങ്ങൾക്കും ചില രോഗങ്ങൾക്കും ശമനം ഏകാറുണ്ട്. എന്നാൽ അപകടത്തിൽപ്പെട്ട് ഒരു യുവാവിന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനാണ് ഇവിടെ സംഗീതം കാരണമാവുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കും ഇരുകാലുകൾക്കും പൊട്ടൽ സംഭവിക്കുകയും ചെയ്ത് ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന വണ്ടിപ്പെരിയാർ സ്വദേശി മധുവിന്റെ ചികിത്സയ്ക്കായാണ് വണ്ടിപ്പെരിയാർ കേന്ദ്രമായി കഴിഞ്ഞ 3 വർഷക്കാലമായി സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സംഗീതം ആലപിച്ചു വരുന്ന ഇസൈയുലകം എന്ന കരോക്കെ ഗാനമേള ട്രൂപ്പ് നിർധന യുവാവിന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനായി തെരുവോരങ്ങളിൽ സംഗീതം ആലപിച്ച് ചികിത്സാ ധനസഹായ നിധി രൂപീകരിച്ചത്. ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന മധുവിന്റെ ചികിത്സയ്ക്കായി 25 ലക്ഷത്തോളം രൂപ ചിലവാകുമെന്നാണ് മെഡിക്കൽ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഈ തുക നിർധന കുടുംബാംഗമായ ഇവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മധുവിന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനായി ഇസൈയുലകം സംഗീത കൂട്ടായ്മ രംഗത്തെത്തിയത്. പാമ്പനാറിലും വണ്ടിപ്പെരിയാറിലും ഇവർ നടത്തിയ തെരുവോര സംഗീത വിരുന്നിലൂടെ സമാഹരിച്ച തുകയാണ് മധുവിന്റെ കുടുംബാംഗത്തിന് കൈമാറിയത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇസൈയുലകം കരോക്കെ സംഗീത കൂട്ടായ്മ ലീഡർ അപ്പു സ്റ്റുഡിയോ ഉടമയും സിനിമാ താരവുമായ രമേശ് കുമാർ അധ്യക്ഷനായിരുന്നു. CPIM പീരുമേട് ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രൻ ചികിത്സാ ധനസഹായ തുക മധുവിന്റെ കുടുംബാംഗത്തിന് കൈമാറി. ആറ്റോർത്തി താമസിക്കുന്ന സെൽവണ്, LIC ജോലി ചെയ്യുന്ന വിജിയുടെ അളിയൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ബൈക്ക് ആക്സിഡൻ്റായി. ഇപ്പോൾ
ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആ ചികിത്സ ധനസഹായത്തിന് വേണ്ടി എല്ലാവരും കൂടി ഒന്ന് സഹകരിക്കുക. അങ്ങനെ സഹകരിച്ച് വരുമ്പോൾ ഇപ്പോൾ തന്നെ 10-15 ലക്ഷം രൂപ ആശുപത്രി ചിലവായിട്ടുണ്ട്. അവർക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വണ്ടിപ്പെരിയാർ ഇസൈ ഉലകം എന്ന് പറയുന്ന ഒരു ഗാനമേള ഗ്രൂപ്പ് ടീം അവരുടേതായ ഒരു കായിക ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ജനങ്ങളിൽ നിന്നും കുറേ സംഭാവന സ്വീകരിച്ച് അത് ഇന്നേ ദിവസം അവരുടെ സാന്നിധ്യത്തിൽ ആ ആശുപത്രി ചികിത്സയിരിക്കുന്ന പയ്യൻ്റെ അളിയൻ്റെ ഭാര്യ ടിൻസി ആണ് ഇവിടെ ഉള്ളത്. ബാക്കി അവരെല്ലാം അവിടെ ആശുപത്രിയിലാണ്. അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചടങ്ങിലേക്ക് എന്നെ വിളിച്ചേക്കുന്നത്. നിർധന കുടുംബാംഗമായ മധുവിന്റെ ചികിത്സയ്ക്കായി ഒരു സഹായഹസ്തമാകുവാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യം ഉള്ളതായി കോർഡിനേറ്റർ അൻപുശേഖർ പറഞ്ഞു. பாவப்பட்ட குடும்பத்தில் பிறந்த மது ரொம்ப கஷ்டமான குடும்பத்தில் இருந்து மதுவினுடைய வேலையின் உழைப்பினால் மட்டும்தான் அவருடைய குடும்பத்தை போற்றி கொண்டு போக முடிந்தது. அச்சூழ்நிலையில் அவருக்கு ஒரு ஆக்சிடென்ட் நடந்து மிகவும் கொடூரமான அழினால் வெஞ்ஞாரமூடு திருவனந்தபுரம் வெஞ்ஞாரமூடு கோகுலம் மெடிக்கல் காலேஜ் ஹாஸ்பிட்டலில் அட்மிட் செய்யப்பட்ட அந்த பாவத்தை சகாயிப்பதற்காக இங்கே நிறைய சங்கடனைகள் பொதுமக்கள் எல்லாம் உதவி செய்கிறார்கள். அதன்படி நாங்களும் வண்டிப்பெரியார் இசை உலகம் ஒரு ட்ராக் கானமேளா இது வண்டிப்பெரியார் பாம்பனார் இந்த 2 இடங்களிலும் கடந்த ஞாயிற்றுக்கிழமை பாட்டு பாடி அதன் வாயிலாக பலரும் செய்த உதவிகளை இன்று மதுவினுடைய செலவிற்காக அவருடைய மருத்துவமனை சிகிச்சைக்காக இன்று அவர்கள் குடும்பத்தில் சார்ந்த வின்சி அவர்களிடம் நாங்கள் ஏற்பிக்கிறோம். ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബി ജോർജ് മുഖ്യ സാന്നിധ്യമായി. ഇസൈവരകം സംഗീത കൂട്ടായ്മാംഗങ്ങളായ രമേശ് കുമാർ, റഷീദ്, കറുപ്പുസ്വാമി, ജെസ്സി പാമ്പനാർ, മണികണ്ഠൻ പശുമല, ഷർമി, ഇൻപരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സാ ധനസഹായ ശേഖരണാർത്ഥം സംഗീത വിരുന്ന് ഒരുക്കിയത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വണ്ണപ്പുറം SNM ഹൈസ്കൂൾ അധ്യാപിക പുത്തൻപുരയിൽ സി ധന്യമോൾ നിര്യാതയായി. 46 വയസ്സായിരുന്നു. സംസ്കാരം വണ്ണപ്പുറത്തെ വീട്ടുവളപ്പിൽ നടത്തി. PWD റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK വാസുദേവന്റെയും പരേതയായ റിട്ടയർഡ് അധ്യാപിക ശാരദ ചന്ദ്രികയുടെയും മകളാണ്. ഭർത്താവ് സിബി, മക്കൾ വൃന്ദ, ഹർഷ, സഹോദരങ്ങൾ C അബീഷ്, C അഖിൽദേവ്. 2 തലമുറയെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ധന്യ ടീച്ചർ യാത്രയായി. ടീച്ചറിന്റെ അപ്രതീക്ഷിത വേർപാട് ഉൾക്കൊള്ളാനാകാതെ വിതുമ്പി വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും രക്ഷിതാക്കളും. രാവിലെ 9 മണി മുതൽ സ്കൂളിലും തുടർന്ന് ഭവനത്തിലും ഒരുക്കിയ പൊതുദർശനത്തിൽ ടീച്ചറെ ഒരു നോക്ക് കാണുവാനെത്തിയത് ആയിരങ്ങൾ. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ടീച്ചറിന്റെ വേർപാട് വലിയ ശൂന്യതയാണ് തങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചതെന്ന് സഹപ്രവർത്തകരും മാനേജ്മെന്റും പറഞ്ഞു. ഈ നാട്ടിലെ ഓരോ വീട്ടിലും ഓരോ കുട്ടികൾക്കും അവരുടെ അക്ഷരത്തിൻ്റെ വഴി തെളിച്ചിട്ടാണ് ടീച്ചർ നമ്മളിൽ നിന്ന് വിട്ടുമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിനെ പോലെ തന്നെ ഈ നാടിനും വലിയ ഒരു നഷ്ടമാണ് ടീച്ചറുടെ ഈ വിയോഗത്താൽ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു ഈ SNM കുടുംബത്തിൻ്റെ. എനിക്ക് തോന്നുന്നു ധന്യോളം കുട്ടികളെ മനസ്സിലാക്കുന്ന മറ്റൊരു അധ്യാപികയെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു മികച്ച സഹപ്രവർത്തകയായിരുന്നു. സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, പാഠ്യ വിഷയങ്ങൾക്കും പാഠ്യേതര വിഷയങ്ങൾക്കും ഇത്രത്തോളം സ്കൂളിനെ സപ്പോർട്ടായിട്ട് നിന്ന മറ്റൊരു അധ്യാപികയെ കാണാൻ വിഷമമാണ്. ഏകദേശം 2 തലമുറയോളം SNM സ്കൂളിന് വേണ്ടി ജോലി ചെയ്തതാണ്. ഒരു കുടുംബം മുഴുവനും നമ്മുടെ സ്കൂളിനും നമ്മുടെ നാടിനും വേണ്ടി വളരെയധികം വെളിച്ചം പകർന്ന വ്യക്തികളാണ്. ധന്യമോളുടെ നഷ്ടം ഒരു വലിയ വിടവായി എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. 3 മണിയോടെ ഭവനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. വണ്ണപ്പുറം SNM ഹൈസ്കൂൾ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായിരുന്നു സി ധന്യാമ്പോൾ. PWD റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വണ്ണപ്പുറം ചേരിക്കവാഴയിൽ CK വാസുദേവന്റെയും റിട്ടയർഡ് അധ്യാപിക പരേതയായ ശാരദ ചന്ദ്രികയുടെയും മകളാണ്. ഭർത്താവ് സിബി, റെയിൽവേ ലോക്കോ പൈലറ്റ്, എറണാകുളം. മക്കൾ വൃന്ദ, ഹർഷ, സഹോദരങ്ങൾ C അബീഷ്, അധ്യാപകൻ SNDP HSS അടിമാലി, C അഖിൽദേവ്, മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IHRDയുടെ കീഴിലുള്ള മുട്ടം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 26-ന് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മാറ്റൊലി എന്ന പേരിൽ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. DC പ്രസിഡന്റ് CP മാത്യു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിഷ്ണുവിനായി ഫീനിക്സ് പറന്നു. കൊല്ലത്ത് നിന്ന് തൊടുപുഴ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രി വരെ 2.5 മണിക്കൂർ കൊണ്ട് എത്തി. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ PG ജോസഫ് MLA സാന്നിധ്യത്തിൽ നടന്ന ഹോസ്പിറ്റൽ വികസന സമിതി യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ടിനും അധികൃതർക്കുമെതിരെ രൂക്ഷ വിമർശനം. CPIM നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം നടത്തി. ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന നയവിശദീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.